ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ തീയതികളും ആഴ്ചകളും മാസങ്ങളും ഡേറ്റ്സ്, വീക്സ് ആൻഡ് മന്ത്സ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് സാധാരണ കോൺവെർസേഷനിൽ സംസാരിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസി. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വരുന്ന ഈ ക്ലാസ്സസ് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തീയതികളൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ ഇന്ന് എന്താണ് തീയതി എന്ന് ചോദിക്കുകയാണ്. എന്ത് എന്നുള്ളതിന് വാട്ടല്ലേ? ഇന്ന് എന്താണ് തീയതി? വാട്ട് ഡേ ഈസ് ടുഡേ? വാട്ട് ഡേറ്റ് ഈസ് ടുഡേ? ഓക്കെ, വാട്ട് ഡേറ്റ് ഈസ് ടുഡേ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, ഇത് എഴുതി പഠിച്ച് മനസ്സിലാകാത്തവർക്ക് ഇത് കേട്ട് സമയം കിട്ടാത്തവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കേട്ട് മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് എന്താണ് തീയതി? വാട്ട് ഡേറ്റ് ഈസ് ടുഡേ? വാട്ട് ഡേറ്റ് ഈസ് ടുഡേ? അപ്പോൾ ഇന്ന് ജനുവരി 1 പറയാം. എന്ത് പറയും? ടുഡേ ഈസ് the 1st of January. Today is the 1st of January. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താണ് തീയതി എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഡേറ്റ് ഈസ് ടുഡേ? ഇന്ന് ജനുവരി 1 ടുഡേ ഈസ് ദ 1st of January. ഓക്കെ, നീ എന്നാണ് ജനിച്ചത്? ഏത് ദിവസമാണ് നീ ജനിച്ചത് നമ്മൾ ചോദിക്കത്തില്ലേ? നീ എന്നാണ് ജനിച്ചത്? വെൻ വേർ യു ബോൺ? വേർ എന്നുള്ളത് WERE വേർ ആണ്, ഓർക്കുക. ഓക്കെ, വെൻ വേർ യു ബോൺ? വെൻ വേർ യു ബോൺ? അപ്പോൾ പറയാണ്, ഞാൻ 1952 ജൂൺ 7 ജനിച്ചു എന്ന് പറയാണ്. I was born on 7th June 1952. I was born on, okay, on 7th June 1952. At, in, on പോലെയുള്ള പ്രിപ്പോസിഷൻസ് നമ്മൾ കുഞ്ഞു വേർഡുകൾ ആയിട്ട് തന്നെ കൺസെപ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അത് കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നതെന്നും തൊട്ട് മുന്നുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി, അവർ എന്നാണ് പുറപ്പെട്ടത്? അവർ എന്നാണ് പുറപ്പെട്ടതെന്ന് ചോദിക്കുമ്പം വെൻ ഡിഡ് ദേ സ്റ്റാർട്ട്? അവർ ആണ് പുറപ്പെട്ടത്. വെൻ ഡിഡ് ദേ സ്റ്റാർട്ട്? അവർ 15 പുറപ്പെട്ടു. എങ്ങനെ പറയും? ദേ സ്റ്റാർട്ടഡ് ഓൺ 15th. ദേ സ്റ്റാർട്ടഡ് ഓൺ 15th. അപ്പോൾ നോക്കൂ, അവൻ എന്നാണ് ജനിച്ചത്? വെൻ വാസ് ഹീ ബോൺ? അവൻ എന്നാണ് ജനിച്ചത്. ഓക്കെ, എന്നാൽ നീ എന്നാണ് ജനിച്ചതെങ്കിൽ വെൻ വേർ യു ബോൺ? ഓക്കെ, WERE ആണ്, പക്ഷേ ഹീ വന്നപ്പം വെൻ വാസ് ഹീ ബോൺ. അപ്പോൾ അവിടെ ഹീ വാസ് ബോൺ എന്ന് നമ്മൾ പറയും. എന്നാൽ വെൻ ഡിഡ് ദേ സ്റ്റാർട്ട്? അവർ എന്നാണ് പുറപ്പെട്ടത്? കണ്ടോ, അതൊക്കെ സാധാരണയായിട്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണ് അല്ലേ? ദേ സ്റ്റാർട്ടഡ് ഓൺ 15th August 1947. ഓക്കെ, ആ ഒരു കുഞ്ഞ് സെൻറ്റൻസുകൾ മനസ്സിലായി കാണുമല്ലോ. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇന്ന് എന്താണ് തീയതി എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? വാട്ട് ഡേറ്റ് ഈസ് ടുഡേ? ഇന്ന് ജനുവരി 1. ടുഡേ ഈസ് ദ 1st of January. നീ എന്നാണ് ജനിച്ചതെന്നാണെങ്കിൽ വെൻ വേർ യു ബോൺ? അവൻ എന്നാണെന്നാണെങ്കിൽ വെൻ വാസ് ഹി ബോൺ? വെൻ വാസ് ഹി ബോൺ? അവർ എന്നാണ് പുറപ്പെട്ടതെന്നാണെങ്കിൽ വെൻ ഡിഡ് ദേ സ്റ്റാർട്ട്? അപ്പോൾ ദേ സ്റ്റാർട്ടഡ് ഓൺ. അങ്ങനെ തുടങ്ങുക. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് ആൻസേഴ്സും അതേ പാറ്റേണിൽ പറയാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. സാധാരണ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്ന് വന്നു? എവിടെയെങ്കിലും യാത്ര പോയിട്ട് വരുന്നത്, നീ എന്ന് വന്നു? വെൻ ഡിഡ് യു കം? വെൻ ഡിഡ് യു കം? നീ എന്ന് വന്നു? വെൻ ഡിഡ് യു കം? ഞാൻ വ്യാഴാഴ്ച വന്നു എന്നാണെങ്കിലോ? I came on Thursday. I came on Thursday. നീ എന്ന് വന്നു? When did you come? ഞാൻ വ്യാഴാഴ്ച വന്നു. I came on Thursday. ഇനി അവർ എന്ന് പോകും എന്നാണെങ്കിലോ? അതായത് ഫ്യൂച്ചറിലാണ്, നടക്കാൻ പോകുന്നതാണ്. അപ്പോൾ വില്ല് ചേർത്താണ്. When will they go? When will they go? അവർ എന്ന് പോകും. When will they go? അവർ ഞായറാഴ്ച പോകും എന്നാണെങ്കിൽ
they will go on Sunday. They will go on Sunday. ഓക്കെ, അപ്പോൾ ഇനി സ്കൂൾ തുറക്കുന്ന എന്നാണെന്നാണെങ്കിലോ അതും ഫ്യൂച്ചറിലാണ്, അപ്പോൾ വെല്ലാണ് ആഡ് ചെയ്യേണ്ടത്. വെൻ വിൽ ദ സ്കൂൾ റീഓപ്പൺ? വെൻ വിൽ ദ സ്കൂൾ റീഓപ്പൺ? ഓക്കെ, ഇപ്പം അവിടെ നമ്മൾ പറയാണ് ഇന്നാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? ടുഡേ. ഇന്നലെ എന്നാണെങ്കിലോ യെസ്റ്റർഡേ. നാളെ എന്നാണെങ്കിൽ ടുമോറോ. ടുഡേ, ടുമോറോ, യെസ്റ്റർഡേ. ഓക്കെ, ഇനി മറ്റന്നാളാണെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ. മറ്റന്നാളിനാണെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ. മെനഞ്ഞാന്നാണെങ്കിലോ, അതായത് ഇന്നലത്തേൻ്റെ തലേന്ന്, ഡേ ബിഫോർ യെസ്റ്റർഡേ. ഡേ ബിഫോർ യെസ്റ്റർഡേ. ഇന്ന് രാത്രി ടുനൈറ്റ്. ടുനൈറ്റ്. ഇന്ന് വൈകിട്ട് ദിസ് ഈവനിങ്. ഇന്ന് വൈകിട്ട് ദിസ് ഈവനിങ്. ഇന്ന് രാവിലെ ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ ദിസ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് ടുഡേ, നാളെ ടുമോറോ, ഇന്നലെ യെസ്റ്റർഡേ, മറ്റന്നാൾ ഡേ ആഫ്റ്റർ ടുമോറോ, മിനിഞ്ഞാന്ന് ഡേ ബിഫോർ യെസ്റ്റർഡേ, ഇന്ന് രാത്രി ടുനൈറ്റ്, ഇന്ന് വൈകിട്ട് ദിസ് ഈവനിങ്, ഇന്ന് രാവിലെ ദിസ് മോർണിംഗ്. ഇനി ഇന്ന് എന്താഴ്ചയാന്ന് ചോദിച്ചാലോ, വാട്ട്, അതായത് ഇന്ന് എന്ത് ദിവസമാണെന്ന് ചോദിക്കുന്ന പോലെ തന്നെ, വാട്ട് ഡേ ഈസ് ടുഡേ? ഇന്നലെ എന്താഴ്ചയാണെന്ന് ചോദിച്ചാലോ, വാട്ട് ഡേ വാസ് യെസ്റ്റർഡേ. കണ്ടോ, അപ്പം ഇന്ന് എന്താഴ്ച വരുമ്പോൾ ഇപ്പോൾ ടുഡേ ഈസ് മൺഡേ അല്ലേ? ഇന്ന് മൺഡേ അല്ല, അപ്പോൾ ടുഡേ ഈസ് മൺഡേ. എന്നാൽ വാട്ട് ഡേ വാസ് യെസ്റ്റർഡേ? യെസ്റ്റർഡേ വാസ് സൺഡേ. വാട്ട് ഡേ വിൽ ടുമോറോ? നാളെ എന്ത് ദിവസമാകും? വാട്ട് ഡേ വിൽ ടുമോറോ? നാളെ എന്ത് ദിവസമാണെന്ന് ചോദിക്കുക. ടുമോറോ ഈസ് ട്യൂസ്ഡേ. നാളെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വാട്ട് ഡേ ഈസ് ടുഡേ? വാട്ട് ഡേ വാസ് യെസ്റ്റർഡേ? വാസ്, ഈസ് മാറി വാസ് ആയി. വാട്ട് ഡേ വിൽ ടുമോറോ. ഓക്കെ, ഇനി അവർ നാളെ വരും എന്നാണെങ്കിൽ ദേ വിൽ കം ടുമോറോ. ദേ വിൽ കം ടുമോറോ. ഞാൻ രാവിലെ, ഇന്ന് രാവിലെ അവളെ കണ്ടു എന്നാണെങ്കിൽ ഐ സോ ഹെയർ ദിസ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഏകദേശം ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചിട്ടുള്ള നമ്മുടെ എക്സസൈസും കൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ പറയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു? അപ്പം ഞാനത് പറഞ്ഞത് മറന്നു പോകരുത്. ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഇന്നലെ ടൗണിൽ പോയിരുന്നു. എന്നിട്ട് പറയാണ് തേർഡ് ക്വസ്റ്റ്യൻ, മറ്റന്നാൾ എന്നെ വന്ന് കാണൂ. മറ്റന്നാൾ എന്നെ വന്ന് കാണൂ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, നമുക്കിന്ന് വൈകുന്നേരം ഒന്ന് നടക്കാനിറങ്ങാം. നമുക്ക് ഇന്ന് വൈകുന്നേരം ഒന്ന് നടക്കാനിറങ്ങാം. ഇത് ഞാൻ ഇനി പഠിപ്പിക്കാനിരിക്കുന്ന ഒരു ഭാഗം, നടക്കാനിറങ്ങാം എന്നൊക്കെ പറഞ്ഞാൽ ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ബാക്കി നിങ്ങൾ എഴുതിക്കോണം. ലെറ്റേഴ്സ്, നമുക്ക് പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നാളെ എന്താഴ്ചയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവൾ തിങ്കളാഴ്ച തിരിച്ചു വരും. അവൾ തിങ്കളാഴ്ച തിരിച്ചു വരും. നെക്സ്റ്റ്, സ്കൂൾ തുറക്കുന്നത് എന്നാണ്? റീഓപ്പൺ ആണേ. സ്കൂൾ തുറക്കുന്നത് എന്നാണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതുക. എന്നിട്ടത് കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സുകൾ അപ്പോൾ തന്നെ അവിടെ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.